ഹലോ, ഞാൻ താക്കോലിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ കുടുംബക്ഷേത്ര. അത് ഞാൻ തീരുമാനിച്ചോളാം. വണ്ടിയിലെ ഡ്രഗ്സിന്റെ കാര്യം എങ്ങനെയാ? അതൊന്നും തിരിച്ചെടുക്കണം. ഇല്ല, അത് നീ തന്നെ എത്രയും പെട്ടെന്ന് കോളേജുകളിൽ എത്തിക്കണം. താക്കോലിന്റെ ഫോട്ടോ എന്തിനാ എടുത്തതെന്നാണല്ലോ ഇവിടെ ചോദിക്കുന്നത്. ചുമ്മാ എടുത്തതാ. അതൊക്കെ പിന്നെ പറയാം. വാ വാ. അയ്യോ, മോളെവിടെ പോയി? മോളെ, മോളിതെവിടെ പോയി? മോളെ, ധ്വനി മോളെ. പൃഥ്വി, പൃഥ്വി ഇത് എവിടെയായിരുന്നു? ഫോൺ ചെയ്യാനാന്നും പറഞ്ഞു പോയിട്ട് എത്ര നേരമായി? എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്താതെ. എടോ, ഞാനിങ്ങും പോയില്ലല്ലോ. താൻ വാ, പൂജയ്ക്ക് സമയമേ. വാ. പൃഥ്വി, ദേ അടുത്തത്. മോളെ, വാ. ഇതെവിടെ പോയി മോളെ? ധ്വനി മോള് പൃഥ്വിയുടെ അടുത്തുണ്ടായിരുന്നോ? ഞാൻ മോളെ കാണാതെ പേടിച്ചു പോയി. ഓ, മോളാണോ കണ്ടുപിടിച്ചേ? ഓ, സമ്മതിച്ചു. നമ്മളെല്ലാരും പൃഥ്വിയെ നോക്കി നടന്നിട്ടും മോളാ കണ്ടുപിടിച്ചെന്നാ പറയുന്നേ. അല്ലേലും മോളല്ലേ നമ്മുടെ വീട്ടിലെ ഏറ്റവും മിടുക്കി. ഫോട്ടോയോ? പൃഥ്വി ഫോട്ടോ എടുക്കായിരുന്നു. ആരുടെ? അത് ഞാൻ ഓഫീസിൽ അവിടെ കണ്ട ഒരു ചിത്രത്തിന്റെ ഫോട്ടോ എടുത്തതാ. കണ്ടപ്പോ നല്ല കൗതുകം തോന്നി. എങ്കിൽ ഫോട്ടോ ഒന്ന് കാണിക്കേ. അത് ഞാൻ കാണിക്കാം. ഇപ്പൊ പൂജയ്ക്ക് സമയായി. പോവാ പോവാ പോവാ. വാ വാ. തിരുമേനി,
ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. മാസത്തിലൊരിക്കലെങ്കിലും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് തൊഴേണ്ടതാണ്. ശരി തിരുമേനി. ഹലോ, ഉം. ഞാൻ താക്കോലിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ കുടുംബക്ഷേത്ര. അത് ഞാൻ തീരുമാനിച്ചോളാം. ആ, വണ്ടിയിലെ ഡ്രഗ്സിന്റെ കാര്യം എങ്ങനെയാ? അതൊന്നും തിരിച്ചെടുക്കണം. ഇല്ല, അത് നീ തന്നെ എത്രയും പെട്ടെന്ന് കോളേജുകളിൽ എത്തിക്കണം. പക്ഷെ വണ്ടിയിൽ എല്ലാരും ഉണ്ട്. ഇപ്പൊ അത് കൊണ്ടുവന്ന റിസ്ക് ആണ്. എല്ലാവരും ഉള്ളപ്പോ കൊണ്ടുപോകുന്നതാ ഏറ്റവും സേഫ്. ആർക്കും സംശയം തോന്നില്ല. പോലീസ് ചെക്കിങ്ങും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരി. പൃഥ്വി, ആ, വാ. പൂജ കഴിയാറായി. വാ. ദാ വരുന്നു. എവിടെ പോയി കിടക്കുകയായിരുന്നു? പൃഥ്വി, നമുക്കിറങ്ങാം. ആ, ഞങ്ങളിന്ന് ഇറങ്ങട്ടെ തിരുമേനി. ശരി. ശരി. അത് ഇറങ്ങാം. ചെക്കിങ് കാണാം. പോലീസ് ചെക്കിംഗ് ആണല്ലോ ചെറിയച്ച. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാവും. ഈശ്വര, പിടിച്ചാൽ കുടുംബത്തിലെ എല്ലാവരും അകത്താവും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യും? ചേച്ചി, പരിചയമില്ലാത്ത പോലീസുകാരാണല്ലോ. ഇവരിനി എല്ലാം നോക്കി പിടിച്ച് വരുമ്പോ നേരെ ഒരുപാടാവും. ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാ നമ്മളെ വേഗം വിടില്ലേ? ചേച്ചി ഒന്ന് സംസാരിക്കൂ. ഇത്തരം നിസ്സാര കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആരെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ പൃഥ്വി. അവരവരുടെ ജോലി ചെയ്യട്ടെ. 10 മിനിറ്റിൽ കൂടുതൽ എന്തായാലും എടുക്കില്ലല്ലോ.